ഹലോ, നമസ്കാരം. നാട്ടിലാണ് കേട്ടോ. വീട്ടിൽ ഇത്തവണ കുറേ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേയെല്ലാം ഞാൻ കഴിച്ചു, എന്നാലും ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മഴയും സ്റ്റാർട്ടായല്ലോ, അപ്പോൾ പിന്നെ ഇതെല്ലാം നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. ഈ ചാമ്പൊക്കെ ഒത്തിരി അങ്ങ് മധുരവും ഒരുപാട് പുളിയും ഇല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാന്താരി മുളകല്ലേ ഇതിന് പറയുന്ന, കാന്താരി മുളകും കൂടി എടുത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകി, ഈ ചാമ്പക്കേൻ്റെ ഇവിടെ വരുന്ന പൂക്കളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കളയണം കേട്ടോ. എന്നിട്ടെല്ലാം വെള്ളമൊക്കെ മാറ്റി ഒന്ന് തുടച്ചെടുത്തതാണ്. ഇനി ഇതിനെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർക്കാം. പച്ചമുളക്, ഈ ഒരു കാന്താരി മുളക് ചേർത്തു. ഒരു ചെറിയൊരു കട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബീട്രൂട്ട്, കാരണം ഇതിന് നല്ലൊരു കളർ കിട്ടും. കുറച്ച് ഉപ്പ് ചേർത്തു. ഇതൊക്കെ ചേർത്താൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വിനീഗർ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നങ്ങ് സോഫ്റ്റായി മാറില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇളകിയിട്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കഴിച്ച് നോക്കി. അപ്പോൾ തന്നെ ഒരു നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിച്ചപ്പോഴാണ് അതിഭീകര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.